ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് അനുദിനം വില കുതിച്ചുയരുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിച്ചതോടെയാണ് ഹോട്ടൽ ഉടമകൾ ഭക്ഷണ വില കൂട്ടിയത്. ചായയ്ക്ക് 4 രൂപയും ഊണിന് 30 രൂപയുമാണ് സാധാരണ ഹോട്ടൽ ഉടമകൾ വർദ്ധിപ്പിച്ചത്. പാചകവാതക വില കൂടിയതോടെ ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്കാണ് കടന്നിരിക്കുന്നത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. കാണാം, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹോട്ടലിൽ കയറിയാൽ കീശ കീറും. ഈ ഗ്യാസിൻ്റെ വിലയും ബിരിയാണിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ടെന്നേ പറയുകയുള്ളൂ. കാരണം ഈ കോഴിക്കോടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്. കോഴിക്കോട് ബിരിയാണി കഴിക്കാതെ കോഴിക്കോട് വരുന്ന ഒരാൾ പോലും മടങ്ങി പോകാറില്ല. പക്ഷേ പോക്കറ്റ് കാലിയാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. പിന്നെ ഈ ബിരിയാണി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ വില കൂട്ടിയോ? വില എന്തായാലും കൂട്ടണമല്ലോ. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50% റേറ്റ് കൂട്ടിയിരിക്കുന്നത് ഗ്യാസിൻ്റെ. അപ്പോൾ 50% എന്ന് പറയുമ്പം അത് ആനുപാതികമായിട്ട് വരുമ്പം അതിൻ്റെ ഇക്വേഷൻ തന്നെ എന്തായാലും 20 രൂപ മുതൽ 30 രൂപ വരെ ബിരിയാണിക്ക് കൂട്ടിയേ പറ്റുള്ളൂ. എന്നാലേ അത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്യാസ് കൊണ്ട് മാത്രമല്ല, ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ബൈ പ്രോഡക്റ്റുകളും ഗ്യാസിൻ്റെ വില കാരണം ആ സപ്ലയറും വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കൂട്ടിയോട് ഗ്യാസിൻ്റെ ഡയറക്റ്റ് മാത്രമല്ല, ഗ്യാസോട് ഉണ്ടാക്കുന്ന നമുക്കുള്ള ആനുപാതികമായുള്ള സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ബിരിയാണിക്ക് ഇപ്പോൾ എന്താ വില? ചിക്കൻ ബിരിയാണി എങ്ങനെയാണ്? ഇപ്പം ഞങ്ങൾ ഇവിടെ നോൺ എ സിയിൽ വന്നിട്ട് 230 രൂപയുടെ ഇതിലും GSTയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 240 ആക്കേണ്ടി വരും. കോഴിക്കോട്ടെ ഹോട്ടലിൽ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുൻപ് ആ ഹോട്ടലുകാരൻ ആദ്യം തരുന്നത് ചൂട് വെള്ളമാണ്. അതിനുശേഷം ചായ വന്നിട്ടുണ്ട്. നല്ല കടുപ്പത്തിലുള്ള അടിച്ച ചായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ മുതൽ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ അവർക്ക് എത്ര രൂപയാണ് ചിലവ് വരുന്നതെന്ന് അടക്കമുള്ള ഒരു കഥയുണ്ട്. ആ കഥ എന്നോടൊപ്പമുള്ള സന്തോഷേട്ടൻ പറയും. സന്തോഷേട്ടൻ, ഇപ്പോൾ ഈ ചൂടുവെള്ളം ഉണ്ടാക്കുന്നത് മുതൽ വലിയ തരത്തിലുള്ള ഒരു ചിലവ് ഹോട്ടൽ ഉടമകൾ, വ്യവസായം നടത്തുന്നവരൊക്കെ നേരിടുന്നുണ്ട്. ഈ പാചകവാതകത്തിൻ്റെ വില കൂടിയതോടെ അത് വലിയ പ്രശ്നമായില്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ കസ്റ്റമർ മുമ്പിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തും ഈ ഒരു ചായക്ക് മാത്രമേ വില കാണുന്നുള്ളൂ. മറ്റുള്ള അദ്ദേഹത്തിന് നൽകുന്ന സൗകര്യങ്ങളോ സർവീസിനോ ഒന്നും അദ്ദേഹത്തിന് വാല്യൂ കണക്കാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു ചായ നിർമ്മിക്കുന്ന സമയത്ത് ഈ ചായ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് വെള്ളം വെച്ച് പാല് വെച്ച് ചൂടാക്കി അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം, പാല് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതിന് വരുന്നത് എക്സ്പെൻസാണ്. നമ്മളിപ്പോൾ കണക്കൂട്ടുന്ന സമയത്ത് ഒരു വെള്ളം തിളയ്ക്കാനുള്ള കാശ് എത്ര വരും, അല്ലെങ്കിൽ ഒരു പാല് തിളയ്ക്കാനുള്ള കാശ് എത്ര വരും, ഇത് മാത്രമേ ഇവിടെ നോട്ടീസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിന് ബേസിക്കലി പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും നമുക്ക് വരുന്ന ചെലവുകളൊന്നും ആരും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല. ഏതായാലും ഈ ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഈ ഗ്യാസിന് വില കൂടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളെ മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വ്യവസായം നടത്തുന്ന ആളുകളെയും അതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന ആളുകളെയും ഉൾപ്പെടെയാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.